ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും കരിയർ ട്രാക്കർ PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സിന്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സും. നമുക്കിന്ന് അന്തരീക്ഷവും അതിൻ്റെ ഘടനയെയും കുറിച്ച് വിശദമായി പഠിക്കാം. നമുക്കറിയാം, നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരുപാട് വാതകങ്ങളുണ്ട് അല്ലേ? ഒരുപാട് വാതകങ്ങളുടെ മിശ്രിതമാണ് നമ്മുടെ അന്തരീക്ഷം. നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ആർഗൺ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നിയോൺ, ഹീലിയം, ക്രിപ്റ്റോൺ, സിനോൺ, അങ്ങനെ ഒരുപാട് വാതകങ്ങളുടെ മിശ്രിതമാണ് നമ്മുടെ അന്തരീക്ഷം. എന്നാൽ ഈ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? നൈട്രജൻ ആണ്. ഏകദേശം 78.08% കാണപ്പെടുന്ന നൈട്രജൻ ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. രണ്ടാം സ്ഥാനത്ത് ഓക്സിജൻ ആണ്. 20.95%, ഏകദേശം 21% കാണപ്പെടുന്ന വാതകമാണ് ഇത് ഓക്സിജൻ. ഈ ഓക്സിജൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഓക്സിജൻ കാണപ്പെടുന്നത് എത്ര ശതമാനം? അത് റൗണ്ട് ചെയ്തിട്ടാണ് ആൻസർ തന്നിട്ടുള്ളത്. 21% എന്നാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 21% കാണപ്പെടുന്ന വാതകമാണ് ഓക്സിജൻ. മൂന്നാം സ്ഥാനത്ത് ആർഗൺ ആണ്. 0.93% കാണപ്പെടുന്ന വാതകമാണ് ആർഗൺ. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ്. 0.037% കാർബൺ ഡൈ ഓക്സൈഡ്. മറ്റുള്ള വാതകങ്ങളും പൊടിപടലങ്ങളും ഒക്കെ വളരെ ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ. പ്രധാനമായും ഈ 4 വാതകങ്ങളും അവയുടെ അളവുകളും മനസ്സിലാക്കി വെക്കണം. ഇനി അന്തരീക്ഷത്തിന്റെ ഘടനയെക്കുറിച്ച് നോക്കാം. അന്തരീക്ഷത്തെ പ്രധാനമായും 5ആയി വിഭജിച്ചിരിക്കുന്നു. ഭൂമിയോട് ഏറ്റവും തൊട്ട് കാണപ്പെടുന്ന മേഖല ട്രോപ്പോസ്ഫിയർ, അതിനു മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ, അതിനു മുകളിൽ മിസോസ്ഫിയർ, പിന്നീട് തെർമോസ്ഫിയർ, പിന്നെ ഏറ്റവും മുകളിൽ എക്സോസ്ഫിയർ എന്നിങ്ങനെയാണ് അന്തരീക്ഷത്തിന്റെ ഘടനയെ വിഭജിച്ചിരിക്കുന്നത്. ഇവ ഓരോന്നും നമുക്ക് വിശദമായി നോക്കാം. ആദ്യത്തേത് ട്രോപ്പോസ്ഫിയർ. നമ്മൾ പറഞ്ഞു അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളിയാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറഞ്ഞു അല്ലെ? ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പാളിയും കൂടിയാണ് ഇത് ട്രോപ്പോസ്ഫിയർ. ഈ ട്രോപ്പോസ്ഫിയർ ഭൗമോപരിതലത്തിൽ നിന്നും ഏകദേശം 13 കിലോമീറ്ററോളം ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മേഖലയാണ്. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ 16 എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായാലും ഏകദേശം 13 കിലോമീറ്റർ അല്ലെങ്കിൽ 16 കിലോമീറ്ററോളം ഉയരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മേഖലയാണ് ഇത് ട്രോപ്പോസ്ഫിയർ. ഈ ട്രോപ്പോസ്ഫിയർ എന്ന വാക്കിന്റെ അർത്ഥം സംയോജന മേഖല എന്നാണ്. നമുക്കറിയാം, അന്തരീക്ഷത്തെയും ഭൗമോപരിതലത്തെയും തമ്മിൽ സംയോജിപ്പിക്കുന്ന മേഖലയാണ് ഇത് ട്രോപ്പോസ്ഫിയർ അല്ലെ? അതുകൊണ്ട് തന്നെ ട്രോപ്പോസ്ഫിയർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സംയോജന മേഖല എന്നാണ്. ഈ ട്രോപ്പോസ്ഫിയറിലെ ഉയരം കൂടുന്തോറും താപം കുറഞ്ഞു പോകും. താപം ക്രമമായി കുറയുന്ന മേഖലയാണ്. ഉയരം കൂടുന്തോറും താപം കുറഞ്ഞു വരുന്ന മേഖലയാണ് ഇത് ട്രോപ്പോസ്ഫിയർ. ഈ താപം കുറയുന്നതിന് കൃത്യമായ ഒരു കണക്കുണ്ട്. ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിലാണ് താപം കുറയുന്നത്. ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറയുന്നു. ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് കൂടി വിളിക്കുന്നു. അപ്പോൾ ക്രമമായിട്ടല്ലേ താപം കുറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നു. ക്രമമായ താപനഷ്ട നിരക്ക് കാണപ്പെടുന്ന മേഖല ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണല്ലേ? അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മഴ, മഞ്ഞ്, കാറ്റ്, മേഘങ്ങൾ, മഴവില്ല് എന്നീ അന്തരീക്ഷ പ്രതിഭാസങ്ങളൊക്കെ കാണപ്പെടുന്ന മേഖലയാണ് ഇത് ട്രോപ്പോസ്ഫിയർ. ഒരുപാട് തവണ ആവർത്തിച്ചതാണ്. മഴ, മേഘം, മഞ്ഞ്, കാറ്റ്, മഴവില്ല് ഇവയൊക്കെ കാണപ്പെടുന്ന മേഖലയാണ് ഇത് ട്രോപ്പോസ്ഫിയർ. ജീവജാലങ്ങൾ കാണപ്പെടുന്ന മേഖലയാണ് ഇത് ട്രോപ്പോസ്ഫിയർ അല്ലെ? ഇനി ട്രോപ്പോസ്ഫിയറിന് തൊട്ട് മുകളിലാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറഞ്ഞു അല്ലെ? അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. അപ്പോൾ ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന സംക്രമണ മേഖലയ്ക്ക് പറയുന്ന പേരാണ് ഇത് ട്രോപ്പോപാസ്. അപ്പോൾ ട്രോപ്പോപാസിലൂടെയുള്ള വായുപ്രവാഹം ജെറ്റ് പ്രവാഹം എന്നറിയപ്പെടുന്നു. ട്രോപ്പോപാസിലൂടെയുള്ള വായുപ്രവാഹത്തിന് പറയുന്ന പേരാണ് ജെറ്റ് പ്രവാഹം. ഇതില് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളി, ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പാളി, ക്രമമായ താപനഷ്ട നിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്ന പാളി, മഴ, മഞ്ഞ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ കാണപ്പെടുന്ന പാളി, ഇവയൊക്കെ ഓർത്തു വെക്കണം. ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യങ്ങളാണ്. അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ. നമ്മൾ പറഞ്ഞു ട്രോപ്പോസ്ഫിയറിന് മുകളിലാണ് എന്ന് പറഞ്ഞു അല്ലെ?
അല്ല, നമുക്ക് സ്ട്രാറ്റോസ്ഫിയറിനെ ട്രോപ്പോപാസിന് മുകളിൽ നിന്ന് തന്നെ പറയാലോ. അതായത് സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്നതാണ് ട്രോപ്പോപാസ്. അതുകൊണ്ട് തന്നെ ട്രോപ്പോപാസിന് മുകളിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ട്രോപ്പോസ്ഫിയറിന് മുകളിൽ എന്നും പറയാം. ഏകദേശം 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന മേഖലയാണ് ഈ സ്ട്രാറ്റോസ്ഫിയർ. നമ്മൾ പറഞ്ഞു ട്രോപ്പോസ്ഫിയർ 13 അല്ലെങ്കിൽ 16 കിലോമീറ്റർ ഉയരത്തിലാണ് എന്ന് പറഞ്ഞു അല്ലേ. എന്നാൽ ഈ സ്ട്രാറ്റോസ്ഫിയർ 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഉയരം കൂടുന്തോറും താപം കൂടുന്ന മേഖലയാണ്. എന്നാൽ ട്രോപ്പോസ്ഫിയറിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഉയരം കൂടുന്തോറും താപം കുറയുകയാണ് ചെയ്തത് അല്ലെ. ക്രമമായ താപനഷ്ട നിരക്ക് രേഖപ്പെടുത്തിയ മേഖലയാണ് ട്രോപ്പോസ്ഫിയർ. എന്നാൽ ഉയരം കൂടുന്തോറും താപം എന്ത് ചെയ്യും? കൂടിക്കൂടി വരുന്ന മേഖലയാണ് സ്ട്രാറ്റോസ്ഫിയർ. പ്രധാനപ്പെട്ട ചോദ്യം, ഓസോൺ പാളി കാണപ്പെടുന്ന മേഖല ഏത്? ഒരുപാട് തവണ, ഒരു 10-20 പ്രാവശ്യം ഒന്നുമല്ല, അതിനേക്കാൾ കൂടുതൽ ആവർത്തിച്ചതാണ്. ഓസോൺ പാളി കാണപ്പെടുന്ന മേഖല ഏത്? എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായ മേഖലയാണ് ഇത് സ്ട്രാറ്റോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമാണ്. കാരണം അധികമായ മേഘങ്ങളില്ല, കാറ്റില്ല. അതുകൊണ്ട് തന്നെ ജെറ്റ് വിമാനങ്ങളുടെ സഞ്ചാരത്തിന് അനുയോജ്യമായ മേഖലയാണിത്, ഈ സ്ട്രാറ്റോസ്ഫിയർ. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഈ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങളുണ്ട്. അവയുടെ പേര് നാക്രിയസ് മേഘങ്ങൾ എന്നാണ്. സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. ഒരുപാട് തരം മേഘങ്ങളുണ്ട് അല്ലെ. സിറസ്, നിംബസ്, ക്യുമുലസ്, ക്യുമുലോ നിംബസ്, അങ്ങനെ കുറേ മേഘങ്ങളുണ്ട്. ഇവയൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘം ഏതാണ്? നാക്രിയസ് മേഘങ്ങളാണ്. ഈ നാക്രിയസ് മേഘങ്ങൾക്ക് ഒരു പേരുണ്ട്, മുത്തുകളുടെ അമ്മ. മുത്തുകളുടെ അമ്മ എന്ന് വിളിപ്പേരുള്ള നാക്രിയസ് മേഘങ്ങൾ കാണപ്പെടുന്ന മേഖലയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഈ നാക്രിയസ് മേഘങ്ങൾക്ക് വർണ്ണോജ്വലത കൂടുതലാണ്. അതുപോലെ തന്നെ സ്ട്രാറ്റോസ്ഫിയറിനെയും അടുത്ത മേഖലയായ മിസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന മേഖലയാണ് സ്ട്രാറ്റോപാസ്. ഇതിൽ പ്രധാനമായും ഓസോൺ പാളി ഓർത്തു വെക്കുക, നാക്രിയസ് മേഘങ്ങൾ ഓർത്തു വെക്കുക, ജെറ്റ് വിമാനങ്ങളെയും ഓർത്തു വെക്കുക. അടുത്തത് മിസോസ്ഫിയർ. നമ്മൾ പറഞ്ഞു സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലാണ് അല്ലെങ്കിൽ സ്ട്രാറ്റോപാസിന് മുകളിലാണ് എന്നൊക്കെ പറയാം. ഏകദേശം 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. 50 കിലോമീറ്റർ വരെ എന്തായി? സ്ട്രാറ്റോസ്ഫിയർ ആയി അല്ലെ. അതിനുശേഷം 80 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന മേഖലയാണ് മിസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിനെ പോലെ ഉയരം കൂടുന്നോറും എന്ത് ചെയ്യുന്നു? സ്ട്രാറ്റോസ്ഫിയറിൽ താപം കൂടുകയാണ്. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? ഉയരം കൂടുന്തോറും താപനില കുറയുന്നു. ആദ്യം ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കുറയുന്നു. സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കൂടുന്നു. എന്നാൽ മിസോസ്ഫിയറിൽ എത്തുമ്പോഴേക്ക് വീണ്ടും എന്ത് സംഭവിച്ചു? ഉയരം കൂടുന്തോറും താപനില കുറയുന്നു. ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് രേഖപ്പെടുത്തുന്ന മേഖലയാണ് ഈ മിസോസ്ഫിയർ. ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് രേഖപ്പെടുത്തുന്ന മേഖലയാണ് മിസോസ്ഫിയർ. അതുകൊണ്ട് തന്നെ ഉൽക്കകളൊക്കെ കത്തിയെരിയുന്ന മേഖലയാണ്. നല്ല തണുപ്പല്ലേ, നല്ല താഴ്ന്ന ഊഷ്മാവല്ലേ. അപ്പോ ഉൽക്കകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന, ഭൂമിയെ സംരക്ഷിക്കുന്ന മേഖലയാണ് ഇത് മിസോസ്ഫിയർ എന്ന് പറയാം. അപ്പോൾ ഉൽക്കകൾ കത്തിയെരിയുന്ന മേഖലയാണ് മിസോസ്ഫിയർ. അതുപോലെ നിശാദീപങ്ങൾ എന്ന വിളിപ്പേരുള്ള നോക്ടി ലൂസിൻഡ്ര മേഘങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? മിസോസ്ഫിയറിലാണ്. ഇത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല, എങ്കിലും നിശാദീപങ്ങൾ എന്ന വിളിപ്പേരുള്ള മേഘമാണ് ഇത് നോക്ടി ലൂസിൻഡ്ര. അടുത്തത് മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന മേഖലയാണിത് മിസോപാസ്. ട്രോപ്പോപാസ് പഠിച്ചു, സ്ട്രാറ്റോപാസ് പഠിച്ചു, മിസോപാസ്. അപ്പോൾ ഊഷ്മാവ്, താഴ്ന്ന ഊഷ്മാവ് രേഖപ്പെടുത്തിയ മേഖല, ഉൽക്കകൾ കത്തിയെരിയുന്ന മേഖല, ഇവയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക. അടുത്തത് തെർമോസ്ഫിയർ. ഈ തെർമോസ്ഫിയർ മിസോസ്ഫിയറിന് മുകളിലാണ് അല്ലെങ്കിൽ മിസോപാസിന് മുകളിലാണ് എന്നൊക്കെ പറയാം. ഏകദേശം 80 കിലോമീറ്റർ മുതൽ 600 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന മേഖലയാണ് ഈ തെർമോസ്ഫിയർ. ഈ തെർമോസ്ഫിയർ ഉയരം കൂടുന്തോറും ഊഷ്മാവ് എന്ത് സംഭവിക്കും? കൂടുന്ന മേഖലയാണ്. മിസോസ്ഫിയറിൽ കുറഞ്ഞു അല്ലെ, താപം കുറഞ്ഞു. ഇവിടെ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കൂടുന്ന മേഖലയാണ് തെർമോസ്ഫിയർ. ഏറ്റവും ഉയർന്ന ഊഷ്മാവ് കാണപ്പെടുന്ന മേഖലയാണിത്. ഏറ്റവും ഉയർന്ന ഊഷ്മാവ് കാണപ്പെടുന്ന മേഖലയാണ് തെർമോസ്ഫിയർ. എന്നാൽ ഏറ്റവും താഴ്ന്ന ഊഷ്മാവ് കാണപ്പെടുന്ന മേഖലയാണ് മിസോസ്ഫിയർ. അതുപോലെ ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മേഖലയാണ് തെർമോസ്ഫിയർ. ഭൂഗുരുത്വാകർഷണം തീരെ കുറഞ്ഞ മേഖലയാണ് ഏത്? തെർമോസ്ഫിയർ. അപ്പോൾ ഈ ഭൂഗുരുത്വാകർഷണമാണ് അന്തരീക്ഷത്തെ ഭൂമിയോട് ചേർത്ത് വെക്കുന്നത് അല്ലെ. അപ്പോൾ
ഈ തെർമോസ്ഫിയറിൽ എത്തുമ്പോഴേക്കും ഭൂഗുരുത്വാകർഷണം കുറഞ്ഞു കുറഞ്ഞു വന്നു. അത് അങ്ങനെ തന്നെയാണല്ലോ, മുകളിലോട്ട് പോകുന്തോറും ഗുരുത്വാകർഷണം കുറഞ്ഞു കുറഞ്ഞു പോവുകയല്ലേ ചെയ്യല്. അപ്പോൾ തെർമോസ്ഫിയറിൽ എത്തുമ്പോഴേക്കും ഭൂഗുരുത്വാകർഷണം എന്തായി? ഏറ്റവും കുറഞ്ഞു. പിന്നെ അറോറ എന്ന പ്രതിഭാസം, അറോറ പ്രതിഭാസം ഒരു ധ്രുവദീപ്തിയാണ്. അത് കാണപ്പെടുന്നത് ഈ തെർമോസ്ഫിയറിലാണ്. ധ്രുവപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അറോറ പ്രതിഭാസം കാണപ്പെടുന്ന എവിടെയാണ്? തെർമോസ്ഫിയറിലാണ്. ഇതിൽ അറോറ പ്രതിഭാസം ചോദിച്ചിട്ടുണ്ട്, അത് ഓർത്തു വെക്കണം. മറ്റൊന്ന് അയണോസ്ഫിയർ. ഈ അയണോസ്ഫിയർ എന്ന് പറഞ്ഞാൽ തെർമോസ്ഫിയറിന്റെ ഭാഗം തന്നെയാണ്. തെർമോസ്ഫിയറിന്റെ താഴെ ഭാഗമാണ്. തെർമോസ്ഫിയർ 600 കിലോമീറ്റർ വരെ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഇത് 80-നും 400-നും ഇടയിൽ, 80-നും 400 കിലോമീറ്ററിനും ഇടയിലാണ് ഇത് അയണോസ്ഫിയർ ഉള്ളത്. പ്രധാനപ്പെട്ട ചോദ്യം, റേഡിയോ തരംഗങ്ങൾ സഞ്ചരിക്കുന്ന മേഖല ഏത്? വാർത്താവിനിമയത്തിന് സഹായിക്കുന്ന മേഖല ഏത്? കൃത്രിമോപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ഏതാണ്? ഇവയൊക്കെ അയണോസ്ഫിയർ ആണ്. അപ്പോൾ റേഡിയോ തരംഗങ്ങളും വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങളും വാർത്താവിനിമയത്തിന് സഹായിക്കുന്നതും ഒക്കെ ഏതാണ്? ഈ അയണോസ്ഫിയർ എന്ന മേഖലയാണ് ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്നത്. ഇനി അയണോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാനായി IIT മുംബൈയിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ഒരു ഉപഗ്രഹമുണ്ട്, പ്രഥം. അപ്പോൾ IIT മുംബൈയിലെ വിദ്യാർത്ഥികൾ അയണോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാനായി വികസിപ്പിച്ചെടുത്ത ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? പ്രഥം. അപ്പോൾ ഇതിലെ റേഡിയോ തരംഗങ്ങളും വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങളും ഒക്കെയുള്ള മേഖലയാണ് ഇത് അയണോസ്ഫിയർ, അത് മറക്കരുത്. അടുത്തത് എക്സോസ്ഫിയർ. ഏറ്റവും മുകളിലുള്ള പാളിയാണ്. അയണോസ്ഫിയറിന് മുകളിലുള്ള പാളി അല്ലെ, തെർമോസ്ഫിയറിന് മുകളിലുള്ള പാളി, ഏറ്റവും മുകളിലുള്ള പാളിയാണ് ഇത് എക്സോസ്ഫിയർ. എക്സോസ്ഫിയറിൽ നിന്ന് തൊട്ടാണ് എന്ത്? ബഹിരാകാശം തുടങ്ങുന്നത്. ബഹിരാകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്നത് ഈ എക്സോസ്ഫിയർ ആണ്. ഇനി കാർമൻ രേഖ കേട്ടിട്ടുണ്ടാവും. കാർമൻ രേഖ, ഈ കാർമൻ രേഖ എന്ന് പറഞ്ഞാല് അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർവരമ്പാണ്. അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർവരമ്പാണ് ഇത് കാർമൻ രേഖ. ഇത് ഏകദേശം ഭൗമോപരിതലത്തിൽ നിന്നും 100 കിലോമീറ്റർ ഉയരത്തിലാണ് ഈ കാർമൻ രേഖ സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ ഒരു സാങ്കല്പിക രേഖയാണ്. അപ്പോ ഈ കാർമൻ രേഖ എന്ന പേര് വരാൻ കാരണം തിയോഡർ വാൻ കാർമൻ എന്ന ശാസ്ത്രജ്ഞന്റെ പേര് സ്മരണാർത്ഥമാണ് എന്ത്? ഈ കാർമൻ രേഖ എന്ന പേര് നൽകിയത്. അതുപോലെ ഒരു പുസ്തകം ചോദിച്ചിട്ടില്ല, HSA പരീക്ഷകളിലെങ്ങാൻ എവിടെയോ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദി അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന കൃതി രചിച്ചത് SK മിത്രയാണ്. ദി അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന കൃതി രചിച്ചത് SK മിത്ര എന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ്. അടുത്തത് ഓസോൺ പാളി, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അൾട്രാവയലറ്റ് രശ്മികളെ ഭൂമിയിലെത്താതെ തടഞ്ഞു വെക്കുന്ന പാളിയാണ് ഇത് ഓസോൺ പാളി. ഓസോൺ പാളി കാണപ്പെടുന്ന മേഖല ഏത്? ഒരുപാട് തവണ, എത്ര പ്രാവശ്യം ചോദിച്ചു എന്ന് അത്രയും പ്രാവശ്യം ചോദിച്ചതാണ്. ഓസോൺ പാളി കാണപ്പെടുന്ന മേഖല ഏത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഈ ഓസോൺ പാളി കാണപ്പെടുന്നത്. ഓസോൺ പാളിയുടെ നിറം എന്ത്? ഇളം നീല നിറമാണ്. ഈ ഓസോൺ പാളി കണ്ടെത്തിയത് ആര്? ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണും ചേർന്നാണ്. ഇതിൽ ചാൾസ് ഫാബ്രിന്റെ പേര് മാത്രമാണ് പലർക്കും പരിചിതമായിട്ടുണ്ടാവുക. അപ്പോൾ ഓസോൺ പാളി കണ്ടെത്തിയത് ആരാണ്? ചാൾസ് ഫാബ്രി ആൻഡ് ഹെൻറി ബ്യൂസൺ. ഈ ഓസോൺ പാളിക്ക് കൃത്യമായ വിശദീകരണം നൽകിയത് GMB ഡോബ്സൺ ആണ്. GMB ഡോബ്സൺ എന്ന ശാസ്ത്രജ്ഞനാണ് ഓസോൺ പാളിക്ക് കൃത്യമായ വിശദീകരണം നൽകിയത്. അതുകൊണ്ട് തന്നെ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റിനെ ഈ ഡോബ്സന്റെ സ്മരണാർത്ഥം എന്ത് പേര് നൽകി? ഡോബ്സൺ യൂണിറ്റ് എന്ന് നൽകി. അപ്പോൾ ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏത്? പരീക്ഷകൾ ചോദിച്ചതാണ്. ഡോബ്സൺ യൂണിറ്റ്. ഓസോണിന്റെ അളവ് രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏത്? ഡോബ്സൺ യൂണിറ്റ്. ഓസോണിന്റെ നിറം ഇളം നീല. ഓസോൺ പാളി കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറില്. ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രി. അടുത്തത് ഓസോൺ ദിനം. ഈ ഓസോൺ ദിനം സെപ്റ്റംബർ 16 ഓസോൺ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. പല വാതകങ്ങളും ക്ലോറോ ഫ്ലൂറോ കാർബൺ അങ്ങനെ പല മേഘങ്ങളും ഒക്കെ ഓസോണിന്റെ ശോഷണത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16. അപ്പോൾ ഈ ഓസോണിന്റെ ശോഷണത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ.
ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് ഏത്? നാക്രിയസ് മേഘങ്ങൾ. നമ്മൾ പറഞ്ഞു നാക്രിയസ് മേഘങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. മുത്തുകളുടെ അമ്മ എന്ന വിളിപ്പേരുള്ള മേഘമാണ് നാക്രിയസ് മേഘങ്ങൾ. ഇവയ്ക്ക് വർണ്ണോജ്വലത കൂടുതലാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചു അല്ലെ? ഈ ക്ലാസ്സിൽ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാക്രിയസ് മേഘങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. പക്ഷെ ഈ നാക്രിയസ് മേഘങ്ങൾ ഓസോണിന്റെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ്. നമുക്കറിയാം ഓസോൺ പാളിയും എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിൽ തന്നെയാണ് ഉള്ളത് അല്ലേ? അപ്പോൾ ഈ നാക്രിയസ് മേഘങ്ങൾ ഓസോണിന്റെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ്. ഇനി ഓസോൺ സംരക്ഷണ ഉടമ്പടി. ഓസോൺ സംരക്ഷണ ഉടമ്പടിയാണ് ഏത്? മോൺട്രിയൽ പ്രോട്ടോകോൾ. ഓസോൺ സംരക്ഷണ ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഈ ഉടമ്പടി അംഗീകരിച്ചത് 1987 സെപ്റ്റംബർ 16-നാണ്. അതുകൊണ്ടാണ് സെപ്റ്റംബർ 16 എന്ത്? ഓസോൺ ദിനമായി ആചരിക്കാൻ തിരഞ്ഞെടുത്തത്. അപ്പോൾ മോൺട്രിയൽ പ്രോട്ടോകോൾ അംഗീകരിച്ച 1987 സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നു. ഇനി ഈ മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് എപ്പോഴാണ്? അംഗീകരിച്ചു 87-ൽ. എന്നാൽ നിലവിൽ വന്നത് 1989 ജനുവരി 1-നാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 1989 ജനുവരി 1-നാണ്. ഈ ഓസോണിന്റെ രാസസൂത്രം എന്താണ്? O3. അതായത് 3 ഓക്സിജൻ ചേർന്നാണ് ഓസോൺ, O3. ഇത് ഫോട്ടോ കെമിക്കൽ സ്മോഗിലെ ഒരു പ്രധാന ഘടകമാണ് ഓസോൺ. ഫോട്ടോ കെമിക്കൽ സ്മോഗിലെ ഒരു പ്രധാന ഘടകമാണ് ഓസോൺ. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന ഒരു സസ്യമുണ്ട്, തുളസി. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യമാണ് ഏത്? തുളസി. ഇത്രയുമാണ് അന്തരീക്ഷത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. മറ്റൊരു ക്ലാസ്സുമായി വരുന്നതുവരെ ഏവർക്കും ബൈ.